ഹലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതുപോലെ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ തൈരാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഉപ്പ് പിടിക്കും. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 10 മിനിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 15 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാഷ്യൂ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് സവാളയും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ സമയമുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ സവാളയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയം ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലെ ഒരു തക്കോലം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള നേർത്തതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവിൽ കുറവ് വരുത്താം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക, കാരണം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ഹാഫ് കുക്കാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുക്കർ നന്നായിട്ട് ആവി കയറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഈ മസാല കിട്ടേണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ പകുതി വെന്ത് മസാലയൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുത്ത് നമുക്ക് ഈ മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരി എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിലേക്ക് 1 ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നെയ്യ് കുറവാണെങ്കിൽ നെയ്യ് ചേർക്കാം, അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവിയൊക്കെ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ആവിയൊക്കെ പോയി 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുക്കർ തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ സമയത്ത് കുറച്ചിട്ട് കൊടുക്കാം. ബാക്കി ഗാർണിഷിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് ഒന്നിനോടൊന്നും ഒട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്